സിജിയുടെ ഡിവിഷൻ എന്ന പുലർക്കാല പരിജ്ഞാനവേദി വിജയത്തിന്റെ 300 പടവുകൾ പിന്നിട്ട നിർവൃതിയുടെ നിറനിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ 300ന്റെ ഈ സന്തോഷ നിമിഷത്തിൽ നമ്മോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് നിയമസഭാ സാമാജികനും ഉജ്ജ്വലവാക്കിയുമായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സാറാണ്. മലബാറിന്റെ വികസന സ്വപ്ന സാക്ഷാത്കാരത്തിന് പുതുമയുള്ള കാഴ്ചപ്പാടുകളുമായി പൗരാവലിക്ക് പ്രത്യാശ പകരുന്ന കോഴിക്കോടിന്റെ പ്രിയ MLA-യുടെ വാക്കുകൾക്കായി നമുക്കിവിടെ കാതോർക്കാം. അദ്ദേഹത്തെ ആദ്യം തന്നെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഡിവിഷന്റെ ഡയറക്ടർ ന്യൂസിയ മാഡം, കൂടെയുള്ള സീനത്ത് മുനീർ മാഡം, തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതുപോലെ ഞങ്ങളുടെ നട്ടലായ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ 300ന്റെ നിറവിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ചടുലതയും ചാരുതയും ഒത്തിണങ്ങിയ വാണിവിലാസത്തെ വാക്കുകളായി വിസ്മയ നക്ഷത്രങ്ങളാക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സാറിനെ സാദരം ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? അതിന് ഓഡിബിൾ ആണ്. ഞാന് ആദ്യമേ ഒരു ക്ഷമാപണം നടത്തുകയാണ്. ഇന്നത്തെ ഈ ഡേറ്റില് 300ാമത്തെ എപ്പിസോഡാണ് അല്ലേ? ഹലോ, അതെ അതെ, 300ാമത്തെ എപ്പിസോഡ് കാണുന്നുണ്ടോ? അപ്പോ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സർ പറഞ്ഞോളൂ. ഓക്കെ, ഈ 300ാമത്തെ എപ്പിസോഡിൽ എന്നെ ക്ഷണിച്ച എല്ലാവരെയും, സിജിയുടെ ടീമിനെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. എന്താണ് ആക്ച്വലി ഡിവിഷൻ? എന്താ ഡിവിഷൻ? ഡെയിലി വിഷൻ. ഓക്കെ, ഫൈൻ. സിജി എന്ന പ്രസ്ഥാനം ഞാൻ തുടക്കം മുതലേ സിജിയുടെ സഹകാരിയായി അതിനെ ചേർന്ന് നടക്കുന്ന ഒരാൾ കൂടിയാണ്. വേറൊരർത്ഥത്തിൽ നമ്മൾ എങ്ങനെ നമ്മളായി എന്ന് ഞാൻ എന്ന വ്യക്തി ആത്മവിചിന്തനം ചെയ്യുന്ന സമയത്ത് നമ്മളായ മുഹൂർത്തത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു തെളിമയുള്ള ഒരു പേര് കൂടിയാണ് സിജി എന്ന് പറയുന്നത്. ചില സംഘടനകൾ, ചില വ്യക്തികൾ, ചില ആശയങ്ങൾ നമ്മളെ തൊടും, നമ്മളെ അടിമുടി സ്പർശിക്കും, നമ്മളെ മാറ്റിപ്പണിയും. സിജി എന്ന പ്രസ്ഥാനം എന്നെ ഉപരിതലത്തിൽ തൊടുക മാത്രമല്ല, ആഴത്തിൽ തന്നെ തൊട്ടു. ആ തൊടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഗുണാത്മകമായിട്ടുള്ള പ്രകമ്പനങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും. ആ പ്രകമ്പനങ്ങൾ, അതിൻ്റെ അനുഭവവും അനുഭൂതിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഗുണഭോക്താവാണ്. ഞാൻ സിജിയുടെ ഒരു ബെനിഫിഷ്യറിയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സിജി പല തലത്തിൽ അത് പടർന്ന് പല കൈവഴികളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ഡെയിലി വിഷൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, എന്നെ വിളിക്കുന്നത് ഒന്ന് ഷമീമയാണ്. ഇതിൻ്റെ ഒരു ചാർജുള്ള ഒരാള് നൗസിയാണ്. പിന്നെ എന്നെ റിമൈൻഡ് ചെയ്തത് ജസി, കുറെ ആളുകളാണ്. അവരോടെല്ലാവരോടുള്ള പ്രത്യേകമായ കടപ്പാട് ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഇന്റൻഷനൽ ലൈഫ് എന്നുള്ളതാണ്. അതൊരു ചെറിയ ഒരു ചിന്താ വിഷയം, ഒരു ആലോചനാ വിഷയം എന്നുള്ളതാണ്. നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ ജീവിതത്തിൽ ഒരു ഗൗരവമുള്ള ഒരു വാതിൽ, ഒരു കിളിവാതിൽ തുറന്നിടുക എന്നത് മാത്രമാണ് ഞാൻ ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പ്രസ്ഥാനത്തിനും ഒരു സംഘടനക്കും ഒരാശയത്തിനും നമ്മളൊരു ബ്രോഷർ ചെയ്യുന്ന സമയത്ത്, വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാം, ചെയ്യുന്ന സമയത്ത് ആ ബ്രോഷറിന്റെ ആദ്യ പേജ് വിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ആ പ്രസ്ഥാനത്തിന്റെ ആശയത്തെ, എന്തിനു വേണ്ടി ആ സംഘടന അല്ലെങ്കിൽ എന്തിനു വേണ്ടി ആ പ്രോഡക്റ്റ് നിലനിൽക്കുന്നു എന്ന് വിശദീകരിക്കുന്നതായിരിക്കും ഒറ്റ വരിയിലുള്ള വിഷൻ സ്റ്റേറ്റ്മെന്റ്.
മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വിഷൻ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നതിൻ്റെ പ്രായോഗികമായ പദ്ധതിയായിരിക്കും. ഇപ്പോൾ ഏത് വലിയ പ്രസ്ഥാനം, ഇപ്പോൾ ടാറ്റ സ്റ്റീൽസിന്റെ വിഷനിൽ പറയുന്നത് വി ആൾസോ മേക്ക് സ്റ്റീൽസ് എന്നാണ്. ഞങ്ങൾ സ്റ്റീലും ഉണ്ടാക്കുന്നു എന്നതാണ്. വി ആൾസോ വരുമ്പോൾ അതിന്റെ മീനിങ് മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയെ നിർമ്മിക്കുകയാണ്. ശരിക്കും ഇന്ത്യയെ നിർമ്മിക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ നിർമ്മാണ പ്രക്രിയയിൽ ഒരു ആക്ടിവിറ്റി ഞങ്ങൾ നേരിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ വ്യവസായ സമ്പൽ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ആക്ടിവിറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങൾ അതല്ല ചെയ്യുന്നത്, ഞങ്ങൾ ഇന്ത്യയെ നിർമ്മിക്കുകയാണ്. ലോകത്തെല്ലാ കോർപ്പറേറ്റുകളും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ആരും നേരെ ചൊവ്വേ അവരുടെ പ്രോഡക്റ്റ് ചെയ്യുന്നു എന്നല്ല പറയുന്നു. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഒരു പ്രോഡക്റ്റിന്, ഒരു ആശയത്തിന് ഇതുപോലുള്ള വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകേണ്ടുന്നത് എത്രമേൽ അനിവാര്യമാണോ, അത് എത്രമേൽ അതിന്റെ പ്രൈമറി ആവശ്യമാണോ, അത്രമേൽ അല്ലെങ്കിൽ അതിനപ്പുറം പ്രാഥമികമായ ഒരു കാര്യമാണ് നമ്മൾ എന്ന വ്യക്തിക്ക് ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും കോയിൻ ചെയ്തിട്ടുണ്ടാകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സ്വയം ആലോചിക്കും. നമ്മളൊക്കെ പല സംഘടനകൾ പലതിനും പ്രവർത്തിക്കുന്നവരാണ്. അതിൻ്റെയൊക്കെ വിഷൻ നമ്മൾ സംസാരിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എന്ന വ്യക്തിക്ക് ദൈവം തന്ന ആയുസ് ഭൂമിയിൽ ജീവിച്ച് ഒരുപാട് അനുഗ്രഹങ്ങളെ അനുഭവിച്ച് ആസ്വദിച്ച് കടന്നു പോകുന്നതിനിടയിൽ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന് ജീവിതം അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് ആ ഒഴുക്കിൽ പോവുക എന്നത്. മറ്റൊരു വഴി ജീവിതത്തിന്റെ ഒഴുക്കിനെ നമ്മൾ തന്നെ നിശ്ചയിക്കുക എന്നത്. ഇന്റൻഷനൽ ലൈഫ് രണ്ടാമത്തതാണ്. എൻ്റെ ജീവിതത്തിന്റെ ഒഴുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്നതിന്റെ മേൽ ഞാനിങ്ങനെ ശ്വാസോച്ഛ്വാസ ശേഷിയുള്ള തടിച്ച ശവമായി ആ ഒഴുക്കിൽ ഒരു പൊങ്ങുതടിയായി നീന്തി തീരുവാനുള്ളതല്ല എൻ്റെ ജീവിതം. പകരം ആ ഒഴുക്കിന്റെ പാതയെ, ആ ഒഴുക്കിന്റെ വഴിയെ ഞാൻ നിശ്ചയിക്കും. എൻ്റെ പിടിയിലാണ് എന്നതാണ്. അപ്പം ജീവിക്കുമ്പോൾ ഡെലിബറേറ്റ്ലി നമ്മൾ ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഡെലിബറേറ്റ്ലി ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ ഓരോ മൊമെന്റും നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദസ്തയേവ്സ്കിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് എനിക്ക് സൂര്യനെ കാണാം. ഇനി സൂര്യനെ കണ്ടില്ലെങ്കിൽ തന്നെ അതെവിടെയുണ്ടെന്ന് എനിക്കറിയാം. സൂര്യൻ എവിടെയുണ്ടെന്ന് അറിയുക, സൂര്യൻ എവിടെയുണ്ടെന്നറിയുക, അതിനാണ് ജീവിക്കുക. എനിക്ക് സൂര്യനെ കാണാം, ഇനി സൂര്യനെ കണ്ടില്ലെങ്കിൽ തന്നെ അത് എവിടെയുണ്ടെന്ന് എനിക്കറിയാം. സൂര്യൻ എവിടെയുണ്ടെന്ന് അറിയുക, അതിനാണ് ജീവിക്കുക എന്ന് പറയുന്നത് എന്ന് ദസ്തയേവ്സ്കി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിൽ നമ്മൾ എത്രയുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചോദിക്കുക. എൻ്റെ ചിരിയിൽ ഞാൻ എത്രയുണ്ട്? എൻ്റെ വർത്തമാനത്തിൽ ഞാൻ എത്രയുണ്ട്? എൻ്റെ ഹൃദയമറിഞ്ഞ്, എൻ്റെ മനസ്സറിഞ്ഞ് മൈൻഡ്ഫുൾനെസ് എന്ന് നമ്മൾ ട്രെയിനേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ ആ വാക്കിനപ്പുറം അതിന്റെ അർത്ഥം അറിഞ്ഞ് ആഴമറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എൻ്റെ വർത്തമാനത്തിൽ ഞാൻ എത്രയുണ്ട്? എൻ്റെ ചിരിയിൽ ഞാൻ എത്രയുണ്ട്? എൻ്റെ സന്തോഷ സന്താപത്തിൽ ഞാൻ എത്രയുണ്ട് എന്ന്, എൻ്റെ കലഹത്തിൽ പോലും, എൻ്റെ വിഷാദത്തിൽ പോലും ഞാൻ എത്രയുണ്ട് എന്ന് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുക, നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. ഓരോ മൊമെന്റിനെയും നമ്മൾ അനുഭവിക്കുക. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആ ജീവിതത്തിന് നമുക്കൊരു പർപ്പസ് ഉണ്ടാകും. നമ്മുടെ പരിശീലനങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ വഴിതെറ്റുന്നത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിന്റെ ആത്യന്തികമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഒരു നിശ്ചിതമായ കരിയറിൽ കുരുങ്ങിക്കിടക്കുക എന്നതാണ്. ഇപ്പൊ കരിയറിനപ്പുറം ലൈഫിനൊരു ഗോളില്ലേ? പർപ്പസ്, ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആലോചിക്കും. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ വളരെ പരിമിതമായ സമയമാണ് ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലില്ലിക്കുട്ടി ടീച്ചർ ഞങ്ങൾ വേറെ സ്കൂളിലേക്ക് മാറിപ്പോവാണ്. എല്ലാവരോടും ചോദിച്ചു എന്താവാനാണ് ഇഷ്ടം. ആൺകുട്ടികളിൽ അധിക പേര് പറഞ്ഞത് ഡ്രൈവർ ആകാനും JCB ഡ്രൈവർ ആകാനും. ആൺകുട്ടികളുടെ ഡ്രീം വളരെ സ്പെസിഫിക് ആയിരുന്നു, ഡ്രൈവർ ആവുക, JCB ഡ്രൈവർ ആവുക.
പെൺകുട്ടികളിൽ അധികം പേരും പറഞ്ഞത് നേഴ്സാവുക, ടീച്ചറാവുക എന്നുള്ളത്. അപ്പൊ ഞങ്ങളൊരു 40 പേരുടെ ഗവൺമെന്റ് സ്കൂളിലെ ക്ലാസ് മുറിയിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് സോഷ്യൽ റിഫോർമർ ആവണം എന്നതായിരുന്നു. സോഷ്യൽ റിഫോർമർ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് മനസ്സിലായിക്കണം. പക്ഷെ ടീച്ചർ കൗതുകത്തിന് ചോദിച്ചു, അതെന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അന്ന് സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ വിവേകാനന്ദനെ പറഞ്ഞു റെഫറൻസ്, സ്വാമി വിവേകാനന്ദനെ പോലെ ആവണം എന്ന് പറഞ്ഞു. കുറച്ച കാലം എനിക്ക് സ്കൂളിൽ ഒരു 2ാം പേരായിരുന്നു സ്വാമി വിവേകാനന്ദൻ സ്വാമി എന്നതൊക്കെ. സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് രക്ഷപ്പെട്ടുകൊണ്ട് പിന്നെ ആ നിക്കനെയ്മ് കൂടെ പോകുന്നില്ല. അപ്പം വായനയിലും പഠനത്തിലും നിരീക്ഷണത്തിലൊക്കെ എൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ജീവിച്ചു പോകുന്നതിനിടയിൽ സമൂഹത്തെ നമ്മുടെ ജീവിതം കൊണ്ട് ഗുണപരമായി സ്വാധീനിക്കാൻ പറ്റുമോ എന്നൊരു അന്വേഷണം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരാൾ കേരളത്തിന്റെ അസംബ്ലിയിൽ ലെജിസ്ലേറ്ററായി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം എന്നോട് ചോദിച്ചാൽ അതാണ്. ഓക്കെ ഓക്കെയാണ് സർ, കണ്ടിന്യൂ ചെയ്തോളൂ. ടൈം ഈസ് ഓവർ. ഇല്ല സർ, ഇല്ല. 48 ആയിട്ടേ ഉള്ളൂ. നമുക്ക് 7 മണി വരെ സമയമുണ്ട്. ഓക്കെ. അപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഉത്തരം അതാണ്. അപ്പം നമ്മളെ ജീവിതത്തിൽ ഓരോ സമയത്ത് ഗുരു നിത്യചൈതന്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, സഭയിലിരിക്കുമ്പോൾ ഏകനാവുക, ഏകാന്തതയിൽ സ്വയം ഒരു സഭയാവുക. നമുക്ക് കേൾക്കുമ്പോൾ ഒരു ദാർശനികമായ ഒരു വർത്തമാനമാണ്, പക്ഷെ വളരെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സഭയിലിരിക്കുമ്പോൾ ഏകനാവുക, ഏകാന്തതയിൽ സ്വയം ഒരു സഭയാവുക. ഇപ്പൊ ജീവിതത്തെ മുഴുവൻ നമുക്ക് ആ സൗന്ദര്യത്തോടെ വീക്ഷിക്കാൻ പറ്റും. ആ സൗന്ദര്യത്തോടെ വീക്ഷിക്കുന്ന സമയത്ത് ഓരോ സമയത്തും നമുക്ക് നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ വിചാരണ ചെയ്യാൻ പറ്റും. നമ്മൾ എത്രമേൽ നമ്മളെ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെയും, നമ്മുടെ ഇടപെടലുകളെ, നമ്മുടെ വാക്കിനെ, നോക്കിനെ, സംഭാഷണത്തെ, നമ്മൾ പറയുന്ന വാക്കുകൾക്കിടയിലുള്ള മൗനം പോലും എത്രമേൽ വാചാലമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും അന്വേഷിക്കുകയും ഓരോ മൊമെന്റിലും. ഞാൻ എൻ്റെ ഭാര്യയോട് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുടുംബവുമായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അവരോട്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? വൈഫ് പറയും, നമ്മള് വളരെ സാധാരണ തട്ടുകടയിൽ പോയി പൊറോട്ടയും മുട്ട റോസ്റ്റൊക്കെ കഴിക്കും. സാധാരണ ഫുഡ് ആസ്വദിച്ചിരുന്ന് കഴിക്കും. അപ്പൊ അവർ പറയും നമ്മൾ പൊറോട്ട കഴിക്കുന്നു, നമ്മൾ ചായ കുടിക്കുന്നു. ഞാൻ അവരോട് പറയാറുണ്ട്, അല്ല, നമ്മൾ ജീവിക്കണം. ഇപ്പോ ജീവിതത്തിൽ എത്ര കണ്ട് ജീവിതമുണ്ട്. ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം അതാണ്. ഇനി പറയുമോ ജീവിതത്തിൽ ഒരു അല്പവും ജീവിതം ബാക്കിയില്ലെന്ന്. ജീവിതത്തിൽ എത്ര കണ്ട് ജീവിതമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എത്ര കണ്ട് ജീവിതമുണ്ട്. ഇതൊരു ഡയറിയിൽ ഞാനൊരു ടേക്ക് അവേ പോലെ നിങ്ങളോട് പറയാം. ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് എഴുതി വെച്ച് നോക്കുക, എൻ്റെ ജീവിതത്തിൽ എത്ര കണ്ട് ജീവിതമുണ്ട് എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോടൊക്കെ ചോദിക്കേണ്ടതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സൗന്ദര്യം വരും. മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് ഗുണം. ദ മോസ്റ്റ് റെലവന്റ് ക്വസ്റ്റ്യൻ ഈസ് വൺ, വാട്ട് ആർ യു ഡൂയിങ് ഫോർ അതേഴ്സ് എന്ന് നമ്മുടെ ഉള്ളിൽ ചോദിക്കും. ഒരു ദിവസം ഞാൻ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നൊരു എക്സ്റ്റൻഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ എക്സ്റ്റൻഷൻ വെച്ച് ജീവിതത്തിന്റെ ആ ഒരു അടുത്ത പടി വെച്ച് അത് നമ്മളെ പാരാമീറ്റർ ആവണം. ആ പാരാമീറ്ററിനെ വെച്ച് നമ്മൾ ജീവിതത്തെ അളക്കുന്ന സമയത്ത് ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയം, അധികാരത്തിന്റെ ഈ തർക്ക വിതർക്കങ്ങളുള്ള ഒരു സ്ഥലത്ത് സാത്വികനായ അങ്ങേക്ക് എങ്ങനെ തുടരാൻ കഴിയും? അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തെ നിർവചിക്കുകയാണ് ചെയ്തത്. പൊളിറ്റിക്സ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പവർ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരത്തിന്റെ പങ്കുവെപ്പ് മാത്രമല്ല. ഇറ്റ് ഈസ് അബൌട്ട് ടു വൈപ്പ് ദ ടിയേഴ്സ് ഫ്രം എവറി ഐസ്. രാഷ്ട്രീയം എന്ന് പറയുന്നത്
ഓരോ മനുഷ്യന്റെയും കണ്ണിലെ കണ്ണുനീരിനെ തുടക്കുന്ന ഹൈലൈറ്റ്സിന്റെ കോട്ടെ വേമ്പ ജീവിതത്തെ ആ പരിപ്രേക്ഷ്യത്തിൽ കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിച്ചത്. അപ്പൊ നമ്മൾ വിഹരിക്കുന്ന മേഖലകളിലൊക്കെ നമുക്ക് ഈ സ്കെയിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നമുക്ക് ആ ടീച്ചിങ് പ്രൊഫഷനെ ഒരു വളരെ ഡ്രൈ ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞൊരു വിഷൻ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ എന്ന വ്യക്തിക്ക് ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ആ അധ്യാപന വൃത്തിയെ ടേക്കിംഗ് ക്ലാസ്സസ് ഒരു ചോക്ക് ആൻഡ് ടോക്ക് പ്രോസസ് ഞാൻ ചെയ്യുന്നു എന്നതിനേക്കാൾ മൗൾഡിംഗ് ജനറേഷൻ എന്നതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരു തലമുറ എൻ്റെ മുന്നിലൂടെ രൂപപ്പെടുന്നു എന്ന ഇന്റൻഷൻ നമുക്ക് വന്നാൽ ആ അധ്യാപന വൃത്തിയുടെ പ്രതലം മാറി. പിന്നെ നമ്മൾ ഒരു ടീച്ചറല്ല, ഒരു മാഷല്ല, ഞാൻ ഈ സമൂഹത്തിന്റെ ഒരു ആർക്കിടെക്റ്റാണ്, ഞാൻ ഈ സമൂഹത്തിന്റെ ശില്പിയാണ് എന്ന തലത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളൊരു വലിയ നിയോഗത്തിന്റെ ഭാഗമായി അവിടെ മാറും. ആ ഇന്റൻഷനെ കൊണ്ടുവരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കറിയില്ല നിങ്ങൾ എത്ര കണ്ട് സ്വീകരിക്കുമെന്നുള്ളത്. ഞാന് എൻ്റെ ഒരു മനുഷ്യൻ 55 വയസ്സിൽ മരിച്ചു പോകുന്നു. എന്തായിരുന്നു പണി? മരിക്കണിന്റെ മുന്നേ നമ്മളൊന്ന് അവരോട് ചോദിക്കാം, അല്ല എന്താ മോനെ ഇപ്പൊ ഭൂമിയിൽ ഇപ്പൊ എന്താ ചെയ്തു? ഞാൻ മാഷായിരുന്നു. എന്റെ മാഷായിരുന്നു. അത് ഞാൻ 21 വയസ്സിൽ 22 വയസ്സിൽ ഞാൻ B.Ed പൂർത്തീകരിച്ച് ഞാൻ റോട്ടുമ്പോ കാത്തുമ്പോ ഒരു സ്കൂളിൽ എന്നെ കൊണ്ടുപോയി മാഷാക്കി. 58 വയസ്സ് വരെ ഞാൻ മാഷായി. ഒരാൾ MBBS ചെയ്തുകൊണ്ട് ഡോക്ടറായി, ഒരാൾ LLB ചെയ്തുകൊണ്ട് വക്കീലായി. അങ്ങനെ പരിമിതമായി ജീവിച്ചു പോകുന്ന ഒരു ജീവിതം. എനിക്ക് തോന്നുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ജനറേഷൻ ഈ ഫിലോസഫി ഒന്നും അവർ വായിച്ചിട്ടില്ലെങ്കിലും ജീവിതത്തിന്റെ എസ്തെറ്റിക്സ് അവർക്ക് മനസ്സിലായി. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ് സർ, പറഞ്ഞോളൂ. ഹലോ, ട്രെയിനിൽ നിന്നുള്ള സൗണ്ട് ആണ് ഓക്കെ. തോന്നുന്നു. ജീവിതത്തിന്റെ കേൾക്കാം സർ, കേൾക്കാം. എസ്തെറ്റിക്സ് അവർക്ക് മനസ്സിലായി. എസ്തെറ്റിക്സ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ സൗന്ദര്യം, എസ്തെറ്റിക്സ് ഓഫ് ലൈഫ്. ആ ജീവിതത്തിന്റെ സൗന്ദര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടായത് കൊണ്ട് ജീവിതത്തിൽ ജീവിതം ബാക്കി വെക്കണം എന്നവർ തീരുമാനിച്ചിരിക്കുന്നു. അമേരിക്കയിലൊക്കെ ഒരു ട്രെൻഡ് 25 വയസ്സിനിടയിൽ 12 കരിയറുകൾ മാറുക എന്നുള്ളതാണ്. നമുക്ക് ധൈര്യം ഉണ്ടോ? തൻ്റെ ഇടമുണ്ടോ? ഞാൻ എത്രയോ സുഹൃത്തുക്കളെ കാണും. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ കോഴിക്കോടുകാരാണ്, പേര് പറയുന്നില്ല. അദ്ദേഹം എന്താ പണിയെന്ന് ചോദിച്ചു. ഈ പണിയാണ് തന്നെ. ഞാൻ ഏത് പണിയെന്ന് ചോദിച്ചു. ഇപ്പൊ ഈ പണി ഞങ്ങളെ ഫ്ലൈറ്റിലാണ്. ഞാൻ പറഞ്ഞു, എന്നോട് അയാൾ തിരിച്ചു ചോദിച്ചു, ഇപ്പൊ എന്താ നമ്മള് പണിയെടുക്കുന്നത് ചോദിച്ചു. നമ്മൾ യാത്ര ചെയ്യാണ്. ആ യാത്ര ചെയ്യുന്നൊരു പണിയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? കുളു മണാലി. എന്തിനാ അവിടെ പോയിരുന്നു? അവിടെ പോകാൻ വേണ്ടി പോയി. അതിന്റെ ഒരു പണിയാണ് എന്ന് പറഞ്ഞു. അവസാനം ഇയാൾ ഇറങ്ങുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, പഠിച്ചതാണോ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ആരെ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മക്കൾക്ക് സ്പോൺസർ ചെയ്യാം. എൻ്റെ ഫാദറിനെ എൻ്റെ മദറിനെ ഒരു ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് സ്പോൺസർ ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രത്യേകമായ ഒരു ഡിഫറെന്റ് ടൂർ കമ്പനിയാണ് അയാൾ നടന്നത്. അവസാനം അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്കൊരു അസ്വസ്ഥത വേണ്ട, ഞാൻ പഠിച്ചത് എന്താണെന്നല്ല നിങ്ങൾ ചോദിച്ചത്, അതുകൊണ്ട് വേണ്ട. ഞാന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞതാണ്. അതിനുശേഷം സിംബോയസ് MD കഴിഞ്ഞു. 15 കൊല്ലം ഞാൻ സൗദിയിലെ മെഡിക്കൽ കോളേജിൽ സർജനായിരുന്നു, അവിടെ പ്രൊഫസറായിരുന്നു. 40 വയസ്സിൽ ഞാൻ അത് ഉപേക്ഷിച്ചു. ഞാൻ എന്തേ? അല്ല, എനിക്ക് ഈ ഭൂമിയിൽ ഒരു ഡോക്ടറായി തീരാനുള്ളതാണല്ലോ എൻ്റെ ജീവിതം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കേണ്ടതല്ലേ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ജീവിതം എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നിങ്ങളൊക്കെ അതിനു വേണ്ടി പരിശീലനം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ജീവിതത്തിന്റെ എല്ലാം സാധിച്ചു എന്ന്. അപ്പൊ അദ്ദേഹം ഒരു പക്ഷേ ചോദിച്ചതായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര ജീവിതം ബാക്കിയുണ്ട് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ
ഒരുപക്ഷെ ഭൂമിയിൽ ഇന്ത്യയിൽ ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കരിയർ വാങ്ങിയിട്ട് ആ കരിയർ താഴെ വെച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, അവള് പെൺകുട്ടിയാണ്, അവള് എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറായിരുന്നു. അവളൊരു എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഫൈസൽ നാളെ മുതൽ ഞാൻ ഇത് ഉപേക്ഷിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ UGC ശമ്പളം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ലെക്ചറുടെ ഗ്ലാമർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതാണല്ലോ ഗ്ലാമർ, ആത്യന്തികമായി ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്താ പണി? ഷാദിയ എന്താ പണി? ഷാദിയ എന്നുള്ളത് സാങ്കല്പിക പേരാണ്. ഷാദിയ എന്താ പണി? അപ്പൊ എന്നോട് പറഞ്ഞത്, ഞാന് പിന്നെ പണിയൊന്നുമില്ല, 10 കൊല്ലം ഞാന് കുട്ടികളെ പഠിപ്പിക്കുകയാണ്, ഒരേ ഡ്രില്ലാണ്, എനിക്ക് വയ്യത്. നാളെ എന്താ പണി? എനിക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, ഞാൻ ക്യാമറ ഇട്ടിറങ്ങും. ഇപ്പൊ അവളൊരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ്. ഒരു ദിവസം അവള് വാങ്ങുന്നത് 1,40,000 രൂപയാണ്. ഞാൻ അവളുടെ ഒരു ഫോട്ടോഷൂട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ സെക്രട്ടറി, ഇപ്പൊ അവളുടെ പേഴ്സണൽ ഫോണിലെ സെക്രട്ടറിയാണ് ഫോൺ എടുക്കുക. അവരെന്നോട് 3 മാസമാണ് എന്നോട് സമയം ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് 20 ഫോട്ടോഷൂട്ട് അവൾക്ക് ഒരു മാസം ഏറ്റവും മിനിമം കിട്ടുന്നുണ്ടാവും. 1,40,000 ഒരു ദിവസം. ഇപ്പൊ പണമാണ്, ജോലിയാണ്, തൊഴിലാണ്, UGC ശമ്പളമാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് ആരാണ് ഫിക്സ് ചെയ്ത് കൊടുത്തത്? ഇവിടെ ഇത്ര മനോഹരമായി ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ വന്നു പോകാൻ അവസരം കിട്ടിയിട്ട് എങ്ങനെയാണ് ജീവിതത്തെ അങ്ങനെ പരിമിതപ്പെടുത്തുക? അപ്പോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചർ എന്ന ഗ്ലാമറിനകത്ത് സമൂഹം അവളോട് പറയുന്നു, നീ ജീവിതത്തിൽ എല്ലാം നേടിയെന്ന്. പക്ഷെ അവൾ തിരിഞ്ഞു നിന്ന് അവളുടെ ജീവിതത്തോടൊന്ന് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ എനിക്കെത്ര ജീവിതം ബാക്കിയുണ്ട്? എന്റെ ജീവിതത്തിൽ എനിക്ക് ജീവിതമില്ലെന്ന് കണ്ടപ്പോഴാണ് അവൾക്ക് UGC പ്രൊഫസർ തൽക്കാലം ഒരു റെസിഗ്നേഷൻ കൊടുത്ത് ഞാൻ ഇറങ്ങി നടക്കുകയാണെന്ന് അവൾക്ക് പറയാൻ തോന്നിയത്. തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, നമുക്ക് കോൺഷ്യസ് ആയിട്ട് ജീവിക്കുക, ബോധപൂർവം ജീവിക്കുക, ഡെലിബറേറ്റ്ലി ജീവിക്കുക. ഓരോ മൊമെന്റിലും ജീവിതത്തെ കണ്ടെത്തുക. ആ ജീവിതം നമുക്ക് വേണ്ടിയുള്ളതായി മാത്രം പരിമിതപ്പെടരുത്. എൻ്റെ ചുറ്റുവട്ടത്തെ മനുഷ്യർക്ക് വേണ്ടി, ആ മനുഷ്യരുടെ ഒരു ചിരിയുടെയെങ്കിലും കാരണക്കാരനായി ഞാൻ മാറുന്ന ഒരു മൊമെന്റ്. MLA എന്ന നിലയിൽ എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ ഒരു മനുഷ്യന്റെ മുഖത്ത് വിരിയുന്ന ചിരിയുടെ കാരണക്കാരനായി ഞാൻ മാറിയാൽ എൻ്റെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന നിയോഗം സഫലമായി എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. ഡിവിഷൻ പ്രോഗ്രാമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഞാനാണ്. എൻ്റെ പേര് നൂസിയ. ഈ 300-ാം ദിവസത്തിൽ നമുക്ക് വിശിഷ്ട അതിഥിയെ കിട്ടിയതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും പുലർകാലത്ത് നല്ല ചിന്തകൾ നൽകുന്ന, നല്ല സന്തോഷം നൽകുന്ന, പുതിയ അറിവുകൾ നൽകുന്ന ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ടീം അംഗങ്ങളും ഞാനും എടുക്കുന്ന എഫേർട്ട് ചെറുതല്ല. ഓരോ ദിവസം പുതിയ ആളുകളെ, പുതിയ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 300-ാമത്തെ ദിവസം വളരെയധികം ചാരിതാർത്ഥ്യത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നതും. നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓവർ ടു സീനത്ത് മാഡം. താങ്ക് യു മാം. 300 പ്രഭാതങ്ങൾ, 300 സൂര്യോദയങ്ങൾ. എന്നാൽ ഉദിച്ചത് സൂര്യൻ മാത്രമായിരുന്നില്ല. അനേകം മനസ്സുകളിൽ പുതിയ ചിന്തകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു. ഒരു ദിവസത്തെ മാറ്റുന്ന ചിന്തകൾ ഒരു നാൾ ഒരു ജീവിതത്തെയും മാറ്റും. അതാണ് സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ എല്ലാ ദിവസവും നടത്തിവരുന്ന ഡിവിഷന്റെ യഥാർത്ഥ വിജയം. ഇന്നത്തെ അതിഥി ഫൈസൽ സാറിന്റെ പ്രസംഗങ്ങളും നിയമസഭാ സംസാരങ്ങളും ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേക ശൈലി ഉണ്ട്. കാവ്യാത്മകവും ചിന്തോദ്ദീപകവും ഡിവിഷന്റെ ആത്മാവിനോട് ചേർന്നതുമായിട്ടുള്ള സംസാര ശൈലിയാണ്. അത് ഇന്ന് എല്ലാവർക്കും നേരിട്ട് അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും നമുക്ക് കേൾക്കാനും കാണാനും പറ്റി എന്നതിൽ ആദ്യമേ ആ സന്തോഷം സാറിനെ അറിയിക്കുകയാണ്. ഇന്ന് ഇന്റൻഷണൽ ലൈഫ് എന്ന വിഷയം അതിമനോഹരമായും ചിന്തോദ്ദീപകമായി അവതരിപ്പിച്ച സാറിന്
അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സാറിന് ഡിവിഷന്റെ കുടുംബത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഡിവിഷന്റെ 300-ാം ദിനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്നാൽ സാറിന്റെ വിഷയവുമായി ഒത്തുചേർന്ന ഒരു വാചകം അറിയിക്കുകയാണ്. 300 പ്രഭാതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഒരു കാര്യം മാത്രം: ഓരോ ദിവസവും മനഃപൂർവ്വം ജീവിക്കുമ്പോൾ സാധാരണ ദിവസങ്ങളും അസാധാരണമായ ഓർമ്മകളായി മാറുകയാണ്. ഈ മനോഹരമായ യാത്രക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട നൂസിയ മാം, ഇതിന്റെ പിറകിൽ എന്ന് പറയുമ്പോൾ നെടുന്തൂണായി നിന്ന സെക്രട്ടറി ZA സർ, AB സർ, ഒത്തിരി പേരുണ്ട് സിജിയുടെ നെടുന്തൂണായി നിന്നിട്ടുള്ള, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉപദേശങ്ങളും ഒക്കെ തരുന്ന പ്രഗത്ഭരായിട്ടുള്ള സിജിയൻസ്, അണിയറയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എൻ്റെ ഡിവിഷൻ ടീം, ഷമീമ മാം, മുനീർ സാർ, ജംഷീർ സാർ, ഷിഫ്ന, അങ്ങനെ തുടങ്ങിയ 10-11ഓളം ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഈ യാത്രയുടെ ഓരോ പ്രഭാതവും സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഡിവിഷൻ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരു നല്ല പ്രഭാതം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.